എല്ലാവർക്കും നമസ്കാരം. ഇതേ ചേട്ടൻ എക്സസൈസൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ പറമ്പിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ പരിപാടി നോക്കി താളാണ് കേട്ടോ. നമ്മുടെ പാടത്തും പറമ്പിലും തൊടിയിലൊക്കെ കാണുന്ന കാട്ടുതാളാണ് ചേട്ടൻ ഇന്ന് പറിച്ച് കൊണ്ടുവരുന്നത് കേട്ടോ. എല്ലാ വർഷവും ഇത് ചേട്ടൻ തന്നെയാണ് എനിക്ക് പറിച്ച് തരുന്നത് കേട്ടോ. ഒരു വർഷത്തിലൊരു 4 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ ഈ കറി ഉണ്ടാക്കി കഴിക്കും കേട്ടോ. നമ്മുടെ കുപ്പയിലെ മാണിക്യം എന്നൊക്കെ പറയണത് വെറുതെ അല്ല കേട്ടോ. ഇതിൻ്റെ ഗുണങ്ങളൊന്ന് ഒരുപാടുണ്ട്. അപ്പോൾ ഒരുപാട് വിറ്റാമിൻസും അയണും പ്രോട്ടീനും ഒരുപാട് ബെനിഫിറ്റുകളുണ്ട് കേട്ടോ. ഇതിന് ശരീരത്തിനാവശ്യമായ എല്ലാം തന്നെ ഈ ഒരു സംഭവത്തിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതെ ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. താളൊക്കെ അരിയണ സമയത്തേ നമ്മൾ വെള്ളമൊന്നും തൊടരുത് കേട്ടോ. നല്ല പറിച്ച് അതിൻ്റെ ആ ഇല കളഞ്ഞതിന് ശേഷം നേരെ കൊണ്ടുവരാം. അതിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളയാം. അതെല്ലാം ചെത്തി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആദ്യം തന്നെ വേഗം ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ തന്നെ ഉള്ളൂ കേട്ടോ ഇതൊക്കെ അരിയാനായിട്ട്. മോള് നോക്കി നിൽക്കണുണ്ട്. മോള് ഇതുമ്പോൾ ഒന്നും തൊടൂല. അപ്പോൾ ഇതൊക്കെ അരിഞ്ഞെടുക്കുക. അപ്പോൾ എന്താണ്, ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഭയങ്കര നല്ലൊരു സംഭവമാണ് ഇത്. ഇതേപോലെ തന്നെ ചേമ്പിലത്തോരൻ ഒക്കെ വെക്കും ഞങ്ങൾ വീട്ടിൽ. ചേമ്പ് താള് സാമ്പാർ ഒക്കെ വെക്കും. പിന്നെ മൂക്കാത്ത ഇല കൊണ്ട് നമ്മൾ ഇതിൻ്റെ തോരൻ വെക്കും. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ഗുണമുള്ള സാധനങ്ങളാണ് കേട്ടോ. എല്ലാവരും ഇത് കഴിക്കണം, നല്ലതാണ്. അപ്പോൾ എല്ലാവരും ചെയ്യണം. മക്കൾക്കൊക്കെ കൊടുക്കുകയൊക്കെ വേണം കേട്ടോ. അപ്പോൾ അതേ കപ്പയൊക്കെ അരിഞ്ഞെടുക്കണേ. കയ്യിൽ കറിയൊക്കെ ഉണ്ടാവും കേട്ടോ. വെള്ളത്തിൽ നനക്കാനൊന്നും പാടില്ല കേട്ടോ. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ഒരുപാട് തിന്നായിട്ട് അങ്ങോട്ട് കനം കുറച്ച് കളയല്ലേ. അങ്ങനെ അരിഞ്ഞാൽ വേകുമ്പോൾ കലങ്ങിപ്പോവും. ഒരിത്തിരി കനത്തിൽ തന്നെ അരിയാം. എന്ന് വെച്ചാൽ ഒരുപാട് കനത്തിൽ വേണ്ട. ഇതുകൊണ്ടൊക്കെ ഒരു പുളിങ്കറിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. പുളിങ്കറി ഉണ്ടാക്കും. അങ്ങനെ കുറേ കറികളൊക്കെ ഉണ്ടാക്കും ഇത് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്ന രൂപത്തിലുള്ള കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ഇതൊക്കെ അരിഞ്ഞ് എടുക്കുക. കപ്പയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. ഉള്ളിയൊക്കെ നന്നാക്കിയൊക്കെ നേരത്തെയൊക്കെ ഞാൻ വെച്ചേക്കാണേ. അപ്പോൾ അതേ നാളികേരം ഇപ്പം മോള് വാങ്ങിക്കൊണ്ട് വന്നിട്ടേ ഉള്ളൂ. അതാണ് കുറച്ച് വൈകിയത് കറി വെക്കാനായിട്ട്. ഞാൻ നാളികേരം കഴിഞ്ഞിരിക്കണേയിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനി കിച്ചണിലോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അതെ ആദ്യം തന്നെ കുക്കറിലോട്ട് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ആ പരിപ്പ് തന്നെ ആദ്യം തന്നെ നമുക്ക് കഴുകി വാരി കുക്കറിലോട്ട് ഇടാം കേട്ടോ. ആദ്യം തന്നെ പരിപ്പ് വേവിച്ച് വെച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ടേ. ഗ്യാസ് കത്തിക്കുക, അടപ്പിലോട്ട് വെക്കുക. ഒരു 2 വിസിൽ വരട്ടെ കേട്ടോ. ഒരുപാട് വേവാതിരിക്കരുത്. ഈ കറിക്ക് ഇത്തിരി കുഴമ്പ് രൂപത്തിൽ തന്നെ ഇരിക്കണം. അപ്പോൾ പരിപ്പൊക്കെ അത്യാവശ്യം നന്നായിട്ട് വേകണം കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ അത് ആൾ കഴുകണത്. കൈ തൊടാണ്ട് കഴുകും കേട്ടോ. കണ്ടോ, ഇങ്ങനെ കഴുകി കോരി എടുക്കുക. ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം കഴുകി എടുക്കുക കേട്ടോ. ഇങ്ങനെയാണ് താള് ഞങ്ങൾ കഴുകിയെടുക്കുന്നത്. കൈ വെച്ചിട്ട് താള് കഴുകി വരാറില്ല. ചെറിയൊരു ചൊറിച്ചിലുണ്ടാവും കേട്ടോ. മഴ അധികം കിട്ടുന്ന സമയങ്ങളിലൊന്നും നമുക്കൊരു ചൊറിച്ചിലും ഉണ്ടാവില്ല. ഈ പ്രാവശ്യം മഴ നന്നായിട്ടുണ്ടായി. ജൂൺ ജൂലൈക്ക് മുമ്പ് തുടങ്ങിയ മഴയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നമേ നമുക്കില്ല കേട്ടോ. അപ്പോൾ അതേ ഞാനൊരു വലിയൊരു ഇഡലി പാത്രത്തിലോട്ട് ഇട്ടിട്ട് എല്ലാം കൂടി ഇട്ട് കഴുകി വാരി എടുക്കണേ. അതേ പരിപ്പ് വെന്തത് ഒരു പാത്രത്തിലോട്ട് ഞാൻ പകർത്തി എടുത്തിട്ടുണ്ട്. നല്ല മൂത്ത മുളകാണ് 3 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ദേ കപ്പ കഴുകി വാരി അതിലോട്ട് ഇടണുണ്ടേ. നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ. നന്നായിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. നല്ല ഫ്ലെയിമിൽ തീ കൂട്ടിയിട്ടാലും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. പരിപ്പ് അടുക്കി പിടിക്കും. അപ്പോൾ അത് കാരണം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. വേഗണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് അവിടെ കിടന്ന് വേഗട്ടെ. നമുക്ക് അടുത്തൊരു കാര്യം കൂടി ഉണ്ട്. തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. അതിലോട്ടൊരു 3-4 കഷ്ണം ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി. ആ ചുവന്നുള്ളി നമ്മൾ അരിഞ്ഞെടുത്ത് ഇട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ. പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് അരക്കാം. പക്ഷേ എരിവ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട്
ഞാൻ മുറിച്ചിട്ടിട്ടുള്ളൂ കേട്ടോ. മിക്ക ആളുകളും ആ നാളികേരത്തിൽ തന്നെ അടിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇവിടെ എരിവ് കൂടിയെന്ന് പറഞ്ഞ് മക്കളാരും കഴിക്കാതിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പച്ചമുളക് കീറിയിട്ടേക്കണത്. അപ്പോൾ ഇഷ്ടമുള്ള ആളുകൾക്ക് നാളികേരത്തോടൊപ്പം തന്നെ അടിച്ചെടുക്കാം. ഇതേ ആ കപ്പ വെന്തതിലോട്ട് താള് ഇട്ട് കൊടുക്കണേ, കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് വെന്തിട്ട് വേണം അടുത്തത് ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ അതേ കലത്തിന് കുറച്ച് ഇടക്കുറവുണ്ട്. ഇപ്പോൾ കുറച്ചധികം ഞാൻ ഉണ്ടാക്കണുണ്ട് കേട്ടോ. എനിക്ക് ഇനിയിപ്പോൾ ചേട്ടൻ്റെ അമ്മയ്ക്ക് കൊടുത്തു വിടണം. 2 അനിയന്മാരുണ്ടല്ലോ, അവർക്ക് എല്ലാ വർഷവും കർക്കിടക കറി വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ അവർക്കും കൂടെ കൊടുത്തു വിടണം. അപ്പോൾ ഇത്രയും കൂടി വലിയ പാത്രത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതിനുള്ളൊരു പാത്രം ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഈ പാത്രത്തിൽ തന്നെ ചെയ്തത്. അപ്പം എന്താ അത് വെന്ത് വരട്ടെ. അടുത്തതായിട്ട് ഇതൊന്ന് വെന്ത് ഇരിക്കും നന്നായിട്ട്. അപ്പോൾ അടുത്തതും കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെറുതെ പറമ്പിലും പാടത്ത് നിൽക്കണതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതൊന്നും ഒരിക്കലും ഒഴിവാക്കി വിടേണ്ടതല്ല കേട്ടോ. വളരെ നല്ല ഒരുപാട് ഗുണങ്ങളുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. പണ്ട് കാരണന്മാർ പറഞ്ഞു തന്ന അറിവുകളാണ് ഇതൊക്കെ. നമ്മൾ കുറച്ചെങ്കിലും പ്രയോജനപ്പെടുത്തണം കേട്ടോ. അപ്പോൾ അതേ ആ നാളികേരം അരച്ച് വെച്ചത് ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി അവിടെ കിടന്ന് എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇടക്കുറവുണ്ട് കേട്ടോ, അത് കാരണം ഞാൻ സിമ്മിൽ വെച്ചിട്ടാണ് ചെയ്യണത്. നന്നായിട്ട് തിളച്ച് എല്ലാം കൂടി വെന്ത് വരണം. അപ്പോഴേക്കും ഞാനൊരു ചെറിയൊരു കടായി വെച്ചിട്ടുണ്ട്. സാധാരണ ചെയ്യാറുള്ളത് പോലെ നമ്മൾ കടുക് വറുക്കുകയാണ്. കടുക് വറുക്കാൻ എന്തെന്നാണ് കടുക് ഇട്ട് കുറച്ച് വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. സാധാരണ ആളുകൾ കടുക് പൊട്ടിച്ച ഉടനെ തന്നെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കും കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. എനിക്ക് ആ മുളകിൻ്റെ കളർ അങ്ങോട്ട് കരിഞ്ഞ ഒരു കളർ വരണത് എനിക്കിഷ്ടമല്ല. ആ കളർ എപ്പോഴും നല്ല റെഡായിട്ട് ഇരിക്കുകയും വേണം, അത്യാവശ്യം കുറച്ച് മൂത്ത് കിട്ടുകയും വേണം. ആ ഒരു ഇതിൽ ഞാൻ എപ്പോഴും വറ്റൽ എടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ അതേ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വറ്റൽമുളക് ചേർത്ത് കറിവേപ്പില ചേർത്ത് ഇളക്കി കൊടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്, അപ്പോൾ അത് കാരണം കൊണ്ട് സ്റ്റീലിൻ്റെ സ്പൂണുകളിട്ട് ഇളക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിലിരുന്നത് ഇത്തിരി വലിയ സ്പൂണായത് കാരണം കൊണ്ടിട്ടാണ്, കയ്യിലേക്ക് ആയത് കാരണം കൊണ്ടിട്ടാണ് ഞാൻ ഈ സ്പൂൺ ഇപ്പോൾ ഇട്ട് ഇളക്കണത് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മുത്ത് വരട്ടെ. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും കണ്ടാ മുളകൊക്കെ നല്ല കളറിൽ തന്നെ കിടക്കണുണ്ട. വറ്റൽ മുളക് എപ്പോഴും അങ്ങനെ കിടക്കണത് എനിക്കിഷ്ടം. കറുത്ത് കരി പോലെ ഇരിക്കണത് വറ്റൽ മുളക് കാണുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ നമ്മളുടെ ഓരോ ഇഷ്ടങ്ങളാണല്ലോ. അപ്പോൾ അതേ കറി തിളച്ച് വറ്റി ഒക്കെ നല്ല കുറുകി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ കറി ചൂടാറുമ്പോൾ കുറച്ചും കൂടെ കുറുകൽ വരും കേട്ടോ. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ എന്താണ് ആ വറ്റൽമുളക് ചേർത്തങ്ങാട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി. അപ്പോൾ ഇതൊക്കെ കൂടി എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. ടേസ്റ്റ് മാത്രമല്ല, ഒരുപാട് ഗുണങ്ങളുള്ളൊരു കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാൻ ഇടിയഞ്ചക്കയുടെ തോരൻ വെച്ചപ്പോൾ പറഞ്ഞായിരുന്നു താളുകറിയുടെ കാര്യം. അപ്പോൾ താളുകറി എല്ലാ വർഷത്തിലും ഒരു 4-5 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക, മക്കൾക്കൊക്കെ കൊടുക്കുക, എല്ലാവരോടും കഴിക്കാൻ പറയണം. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.